ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ബിരിയാണി അഥവാ എരുന്ത് ബിരിയാണി. ഇതാണ് നമ്മുടെ എരുന്ത്. ചില ആൾക്കാർ ഇതിനെ കക്ക എന്നും പറയും. ഇതൊരു സീ ഫുഡാണ്, വളരെ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യമായ മസാലകൾ ചേർക്കാം. നമുക്കിത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു പാനിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി എടുക്കാം. ഞാനിവിടെ 5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളി ഇട്ടു. പിന്നെ നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് നമുക്ക് അത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള തക്കാളി ജ്യൂസ് അടിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 3 തക്കാളി ജ്യൂസ് അടിച്ചത് കൂടി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റേണിൻ്റെ ഗരം മസാല ഒരു 2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മസാല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങ 2ആയി മുറിച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക അതല്ലെങ്കിൽ എരുന്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 1 കപ്പ് തൈരും കൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. കൂടുതൽ പുളി ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ തൈര് വേണമെങ്കിൽ ചേർക്കാം, ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് എരുന്ത് ബിരിയാണി അല്ലെങ്കിൽ കക്ക ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളല്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ചോറുണ്ടാക്കാം. അപ്പോൾ നമ്മളവിടെ എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മളിതൊരു 1.5 കിലോ പോലെ അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോറ് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ഈ ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഏലക്കായ്, പട്ട, കറാമ്പൂ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവിച്ചൂറ്റി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കണം എന്നില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ചോറ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെന്ത് പോകുന്നുള്ള പേടി വേണ്ട. ഇനി നമുക്കിത് ദം ചെയ്യാം. ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമ്മുടെ മസാല, ആദ്യം തയ്യാറാക്കിയിരുന്ന മസാല അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി പൊരിച്ചത് നമ്മൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ചോറ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ ഉള്ളി,
അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. വാവ്, നമ്മുടെ ബിരിയാണി ഇതാ സൂപ്പറായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് സാലഡും കുറച്ച് തൈരും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണിത്. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. താങ്ക് യു ഓൾ.